ബെഞ്ചമിൻ നെതന്യാഹുവിന് ക്യാൻസർ ആണെന്നുള്ള വിവരം വരുന്നുണ്ട്. ശരിയാണോ സർ? അല്ല, ഇത് കുറേ നാളായിട്ട് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വാർത്തയാണ്. അത് അദ്ദേഹം തന്നെ അതിനു മുമ്പ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാൻസർ ഇതിന് മുമ്പ് ഒരു തവണ അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സ കഴിഞ്ഞ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന്. അതൊരു ബിനൈൻ ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. ഈ 2 മാസം മുമ്പ് അദ്ദേഹത്തിന് വീണ്ടും ആ ക്യാൻസറൊക്കെ വീണ്ടും വന്നു. ബാധിച്ചതായിട്ട് മെഡിക്കൽ ഡയഗ്നോസിസിൽ കണ്ടെത്തി. പക്ഷെ അത് അദ്ദേഹം രഹസ്യമായിട്ട് വയ്ക്കാൻ പറഞ്ഞു. കാരണം ഈ യുദ്ധവും അതും ഇതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ. അപ്പം ഇന്നലെയാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ സൈറ്റ് വഴി തനിക്ക് അസുഖമാണെന്നും ചികിത്സ കഴിഞ്ഞു, റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞു ചികിത്സ. അപ്പോൾ ഇത് ഭയപ്പെടാനൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് 76 വയസ്സാവറ്റയായി. അതെ. സ്വതന്ത്ര ഇസ്രായേലിൽ ജനിക്കുന്ന ആദ്യത്തെ ഇസ്രായേലി പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. മുമ്പുള്ളതൊക്കെ ഗോൾഡ മേയറും പിന്നെ ബെൻഗൂറിയനൊക്കെ ആയിരുന്നല്ലോ. അവരൊക്കെ അതിന് മുമ്പുള്ള ആൾക്കാരാണ്. ഇദ്ദേഹം പുതിയ തലമുറയിലെ ആൾക്കാരാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഭയങ്കര ആദരവ് തോന്നിയത്, ആ മനുഷ്യൻ, അദ്ദേഹത്തിന് അസുഖമാണ് എന്നുള്ള വിവരം സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി അദ്ദേഹം പങ്കുവച്ചു എന്നുള്ളതാണ്. ജനങ്ങളെ അറിയിച്ചു എന്നുള്ളതാണ്. ഇസ്രായേലിലെ ജനങ്ങളെ അദ്ദേഹം അറിയിച്ചു. എവിടെയൊക്കെ യഹൂദന്മാരുണ്ട് അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ പലർക്കും അസുഖം ബാധിച്ചിട്ട് അസുഖം വളരെ ഗൗരവമായിട്ട് അമേരിക്കയിലും പിന്നെ ലോകത്തെല്ലാ ആശുപത്രിയിലും പോകുന്നുണ്ട്. അസുഖം എന്താണെന്ന് മാത്രം പറയില്ല. അത് അതീവ രഹസ്യമായിട്ടാണ് പോയിട്ട് തന്നെ ചിലർ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ. ഇപ്പോൾ എനിക്കത് അതുപോലെ പക്ഷേ 84-85 വയസ്സായ നമ്മുടെ മല്ലികാർജ്ജുൻ ഖർഗെയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അതൊക്കെ സന്തോഷിക്കേണ്ട കാര്യമാണ് കേട്ടോ. കാരണം ഒരു അസുഖമൊന്നും വന്നിട്ടില്ലല്ലോ അദ്ദേഹത്തിന്. അതെ, ഇതിപ്പോ നെതന്യാഹുവിന്റെ ക്യാൻസർ 2 മാസമാണ് മറച്ചു വെച്ചത്. യുദ്ധത്തെ ബാധിക്കുമെന്നാണ് പറഞ്ഞത്. പ്രജിത അസുഖം മറച്ചു വെച്ചിട്ടില്ല. അദ്ദേഹത്തിന് അസുഖമാണ് എന്നുള്ള വിവരം നേരത്തെ ഒരു റൗണ്ട് വന്നപ്പോഴേ തന്നെ അദ്ദേഹത്തിൻ്റെ അസുഖമാണെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇപ്പോഴാണ് എഴുതിയത്. ഇതിനു മുമ്പ് അത് ഇസ്രായേൽ മാധ്യമങ്ങളിലൊക്കെ വന്നാണ് അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നു, മറച്ചു വെച്ചിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാതെ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ ഒരുപക്ഷെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പോയതിന്റെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ എയർക്രാഫ്റ്റ് ആയാലും ഒക്കെ കാണുന്നില്ല, ചില ഭാഗങ്ങളിൽ കാണുന്നു, പിന്നീട് കാണുന്നില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് അത് മറച്ചു വെച്ച് യുദ്ധം നടത്തേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടാകുന്നുണ്ടോ? അപ്പോഴും അദ്ദേഹത്തിന് പറയാമല്ലോ, ഞാൻ ട്രീറ്റ്മെന്റിലാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, യുദ്ധം മാറ്റിവെക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, 24 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ജാഗ്രതയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും വേണ്ട സമയത്താണ് ഈ അസുഖം റിക്കവർ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, തൽക്കാലം ഇത് ആരോടും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിരുന്നു അത്രേ. അപ്പം അങ്ങനെയാണ് ഈ വാർത്ത ഇപ്പോൾ എല്ലാ പത്രങ്ങളിലും വന്നത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തന്നെ പങ്കുവച്ചു. അതെ, ഞാൻ ചോദിക്കുന്നത്, യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹം 2 മാസം ഇത് പുറത്ത് പറയാതിരുന്നു. എന്നിട്ട് ഒടുവിൽ അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, അതെ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു, യുദ്ധമായതുകൊണ്ടാണ് ഞാൻ അത് അന്നേരം പറയാതിരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? അത് രാഷ്ട്രത്തലവനാണ് നെതന്യാഹു. ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവനാണ്. അത്രയും പേരുടെ ജനനായകനാണ് അദ്ദേഹം, യഥാർത്ഥ ജനനായകൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം ഉണ്ട് എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇസ്രായേൽ ജനതയ്ക്ക് അതിൻ്റെ റാമിഫിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അവർ അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ ഈ അറബ് രാജ്യങ്ങൾക്ക് അത്ര ബോധമില്ലല്ലോ. അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും മുതലെടുക്കാൻ നോക്കും. ഇപ്പോൾ അദ്ദേഹം പലവട്ടം അദ്ദേഹം മരിച്ചു എന്നും അതിനു മുമ്പ് അദ്ദേഹത്തിന് പരിക്കേറ്റു എന്നും പറഞ്ഞ് പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് പ്രജിത തന്നെ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന് യാത്ര ചെയ്തിരുന്ന വിമാനം കാണാനില്ല എന്ന് പറഞ്ഞു. നമ്മളൊരിക്കൽ ഒരു ഇന്റർവ്യൂ എടുത്താന്ന് തോന്നുന്നു അതിനെക്കുറിച്ച്, അല്ലേ? അപ്പം ഞാൻ പറയുകയും ചെയ്തത് അത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഒരു പണിയാണത്. പക്ഷേ ഇതിനിടയിലല്ലേ അദ്ദേഹം ലെബനനിൽ വന്നത്? ലെബനനിൽ ഇസ്രായേൽ ക്യാമ്പിലൊക്കെ അദ്ദേഹം സന്ദർശിക്കേണ്ടായി. ഇപ്പൊ ലെബനനുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടല്ലോ അവര്. ഒക്കെ അദ്ദേഹം സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് എല്ലാം ഇട്ടിട്ട് ഈ ഇറാൻ ആക്രമിച്ച സ്ഥലങ്ങളിലെല്ലാം സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യയിലെ തന്നെ ഏതൊക്കെയോ വാർത്താ ചാനലുകൾക്ക് അദ്ദേഹം അഭിമുഖം നൽകുകയുണ്ടായി. നരേന്ദ്രമോദിയെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയും പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കൊടുക്കുകയുണ്ടായി.
അപ്പം ഇത് പല തന്ത്രപരമായ കാര്യങ്ങളുണ്ടാവും. എന്തിനാണ് മറച്ചു വെച്ചത്? മറച്ചു വെച്ചിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് മറച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ആലോചിച്ചത് ഇപ്പോൾ തനിക്ക് അസുഖമാണ് എന്നുള്ള വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ ഒരു ഷോക്ക്ഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസിന് അദ്ദേഹത്തിനോട് വളരെയധികം ആദരവുണ്ട്. അതൊരു സൈനികനായിരുന്നു, അറിയില്ലേ? അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് മറ്റേ എന്താ ജൊനാഥൻ നെതന്യാഹു, മറ്റേ ഓപ്പറേഷൻ എൻഡബി വിമാനത്ത് അതിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ അതെല്ലാം കൂടി ഒരു സൈനികനാണെന്നുള്ളതിൽ അദ്ദേഹത്തിനോട് വളരെയധികം ആദരവും സ്നേഹവും ബഹുമാനമുള്ള ജനങ്ങളാണ് ഇസ്രായേൽ ജനതയ്ക്ക്. അപ്പോൾ ഈ സമയത്ത് തനിക്ക് അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തീർന്നാൽ അവരുടെ ഒരു ഡിമോറലൈസിങ് ഇഫക്റ്റ്, അവരുടെ ഉത്സാഹത്തിന് ഒരെങ്കിലും കുറവ് വരുത്തണ്ടെന്ന് കരുതിയിട്ടായിരിക്കണം അദ്ദേഹം പുറത്ത് പറയാതിരുന്നത്. എനിക്ക് വലിയ അതിശയമൊന്നും തോന്നണില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം ബാധിക്കും? ഒന്നുമില്ല. കാരണം ഇത് കൂടുതൽ ശക്തി പ്രയോഗിക്കും ഈ യുദ്ധം. ഇസ്രായേൽ അവരെ തുനിഞ്ഞിറങ്ങി ഇറാനെ തീർക്കാനായിട്ട് അവർ തീർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടല്ലേ ഈ അർഗാച്ചി ഇവരൊക്കെ ഇപ്പോൾ പാകിസ്ഥാനിലെത്തിയേക്കണ ചർച്ച നടത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചർച്ചയൊന്നും നടത്തൂല എന്ന് ഇറാനിയൻ നേതൃത്വം പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി അവർക്ക്. എങ്ങനെയെങ്കിലും ഇതൊന്നും തീർന്നു കിട്ടിയാൽ മതി എന്നായി അവർക്ക്. കാരണം ഇവർ വിടൂലല്ലോ. അവരുടെ സുരക്ഷിതത്വം ഉറപ്പാകാതെ ഇസ്രായേൽ ജനത ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂല. അമേരിക്ക അല്ല, ലോകരാഷ്ട്രങ്ങൾ മൊത്തം അവരോട് പറഞ്ഞാലും അവർ പിന്മാറൂല. അമേരിക്ക പറയുമ്പോഴും പിന്മാറാതിരിക്കേണ്ട ആവശ്യം എന്താണ്? അമേരിക്കയുടെ ഉറപ്പാണ്, അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയെ സത്യത്തിൽ ഭരിക്കുന്നത് ജ്യൂസാണ്. അതെ. പക്ഷേ അമേരിക്കയുമായി അത്ര ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ട്രംപുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ട്രംപ് പറയുമ്പോൾ പോലും അതിൽ നിന്നും വെടിനിർത്തലിൽ നിന്നൊന്നും മാറാതെ അത് ഉള്ളതിൻ്റെ ഇരട്ടിയാണ് ആക്രമണം കടുപ്പിക്കുന്നത്. അവർ 100% അവരുടെ സുരക്ഷിതത്വം, അവരുടെ ജനങ്ങളുടെ സുരക്ഷിതത്വം, അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നത്. അതിന് എതിരായിട്ട് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നിനെയും അവർ വകവയ്ക്കില്ല. അവർ ഇപ്പോൾ ആ ഒരു വലിയ ഖർഗ് ഐലൻഡില്ലേ, ഖർഗ് ഐലൻഡിലൊക്കെ അവർ അറ്റാക്ക് ചെയ്തില്ലേ, അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. എന്നിട്ട് അമേരിക്ക പറഞ്ഞു, അയ്യോ ഞങ്ങളോട് ചോദിക്കാണ്ടാണ് അറ്റാക്ക് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയും ചെയ്തു, അതെ ശരിയാണ്, ഞങ്ങൾ അമേരിക്കയോട് ചോദിച്ചിട്ടല്ല അറ്റാക്ക് ചെയ്തതെന്ന്. 2 മാസം ട്രീറ്റ്മെന്റിലായിരുന്നു നെതന്യാഹു. അദ്ദേഹത്തിന്റെ, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന്റെ എയർക്രാഫ്റ്റ് ഉൾപ്പെടെ, അദ്ദേഹം സഞ്ചരിക്കുന്ന എയർക്രാഫ്റ്റ് ഉൾപ്പെടെ പല ഭാഗങ്ങളും കാണുന്നു, പിന്നീട് മിന്നായം പോലെ കാണാതെയാകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നു. ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പോക്കായിരിക്കും. പല തെറ്റിദ്ധാരണകൾ വരുത്തി തീർത്തുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തു തീർക്കാനൊക്കെ അറിയാം. അപ്പോൾ ഈ 2 മാസം ഇസ്രായേൽ IDFനെ നിയന്ത്രിച്ചത് നെതന്യാഹു ആയിരുന്നില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഒന്നുമല്ല, അദ്ദേഹം തന്നെയാണ് IDFനെ നിയന്ത്രിച്ചിരുന്നത്. ഇസ്രായേലിന് ജനാധിപത്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മറ്റേ ഇറാനെ പോലെ അല്ല. അവിടെ മറ്റേ എവിടെയോ കിടക്കണ ഒരു 1.5 കാലൻ കണ്ണും കാണൂല മൂക്കും കാണൂലാത്ത ആയത്തുള്ള എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞുള്ള കടലാസം ജനങ്ങൾ വായിക്കുകയും ചെയ്യണം. ഇസ്രായേലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയപ്പോൾ അവരുടെ പാർലമെൻറ്റിനെ അഡ്രസ്സ് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ നെതന്യാഹു പ്രസംഗിച്ചത് കണ്ടില്ലേ? അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നതായിട്ട് തോന്നിയോ? ഇന്ത്യൻ പ്രധാനമന്ത്രിനെ സ്വീകരിക്കാനും സീ ഓഫ് ചെയ്യാനും നെതന്യാഹുവും ഭാര്യയും എയർപോർട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് അസുഖമുള്ളതായിട്ട് തോന്നിയോ? അപ്പോൾ അദ്ദേഹം അന്ന് എയർപോർട്ടിൽ പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഫെബ്രുവരി 28-നാണ് യുദ്ധം തുടങ്ങി, 26-നാണ് നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയത്. ആ സമയത്ത് അദ്ദേഹം അസുഖബാധിതനാണ്, കാണണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു? ഇസ്രായേലി ജനത, നമുക്ക് അവരുടെ രാജ്യസ്നേഹത്തിൽ നിന്ന് കുറേ അധികം പഠിക്കാനുണ്ട്. അവർക്ക് ഈ ചെറിയ കാര്യങ്ങളിൽ ഒന്നും അവർ ക്ഷീണിതരാവുന്ന കാര്യമല്ല. അവർക്ക് ധൈര്യമുണ്ട്. പിന്നെ നെതന്യാഹു ഈ സമ്മൺ സോ സ്പെഷ്യൽ. ഇസ്രായേൽ ബെൻഗൂറിയനും ഗോൾഡ മേയറിനൊക്കെ ശേഷം സാമർഥ്യമുള്ള, അതികൗശല തന്ത്രജ്ഞതയുള്ള ഒരു നേതാവിനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നാൽ ജനങ്ങൾക്ക് എന്താ പറയുക, വളരെ ഒരു വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും അദ്ദേഹം ഇത് പറയായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ചില ആൾക്കാരെ ഈ മാസങ്ങളോളം അമേരിക്കയിലും ഇറ്റലിയിലൊക്കെ പോയി കഴിയണല്ലേ സൂക്കേട് പിടിച്ചിട്ട്. എന്ത് സൂക്കേടാന്ന് അറിയോ? പുറത്ത് പറയാൻ കൊള്ളാത്ത സൂക്കേടാ ഇത്. അദ്ദേഹം പറഞ്ഞല്ലോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നുള്ളവരും പറഞ്ഞല്ലോ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ അത്ര ഗൗരവമുള്ള അസുഖമൊന്നുമില്ല, വേണ്ട സമയത്ത് ചികിത്സിച്ച അസുഖം ഭേദമാവും. അതുപോലെ
നമ്മുടെ ഇപ്പം ഇനി ആരുടെയൊക്കെ മരണ വാർത്തയൊക്കെ വെച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നാലും മല്ലികാർജുൻ ഖർഗെയുടെയൊക്കെ കാര്യം എന്തൊരു ആരോഗ്യം അല്ലേ, ഒരു അസുഖം വന്നില്ല ഇതുവരെയായിട്ടും, 86 വയസ്സായില്ലേ. അതെ